ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനകത്ത് 4 മെയിൻ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് ദ പ്രോസസ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് where we exchange our thoughts, information or our feelings by speech, writing or other means of transmit. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്, അതൊരു പ്രോസസ്സാണ്. where we exchange our thoughts. അവിടെ ആ ഒരു പ്രോസസ്സിനകത്ത് നടക്കുന്നത് എന്താണ്? we exchange our thoughts, നമ്മളുടെ തോട്ട്സ്. അതുപോലെ തന്നെ we exchange information, വിവിധ തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് our feelings, നമ്മളുടെ ഫീലിങ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് മേ ബി ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ അതർ മീൻസ് ഓഫ് ട്രാൻസ്മിറ്റ്. ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ സ്പീച്ചിലൂടെ ആയിരിക്കാം, സംസാരത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിങ്ങിലൂടെ ആയിരിക്കാം, ഓർ അതർ മീൻസ് ഓഫ് ട്രാൻസ്മിറ്റ്, മറ്റ് പല മാർഗങ്ങളിലൂടെ. അതർ മീൻസ് ഓഫ് ട്രാൻസ്മിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കാം, ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കാം, ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. അതിനെയൊക്കെയാണ് നമ്മൾ അതർ മീൻസ് ഓഫ് ട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ്സാണ്. അവിടെ മെയിനായിട്ട് നടക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, അവർ തോട്ട്സ്, അവർ ഫീലിങ്സ്, ഇൻഫർമേഷൻസ് എക്സെട്ര. നമ്മളുടെ തോട്ട്സും ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അത് പല രീതികളിലാണ്. സ്പീക്കിങ്ങിലൂടെ ആയിരിക്കും, ചിലപ്പോൾ റൈറ്റിങ്ങിലൂടെ ആയിരിക്കും, ബോഡി ലാംഗ്വേജിലൂടെ ആയിരിക്കാം, ഹാൻഡ് ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഇത്തരം നമ്മളുടെ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ സെൻഡർ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ദർ ഈസ് മിനിമം 2 പേഴ്സൺസ്, മിനിമം 2 ആളുകൾ ഉണ്ടെങ്കിലാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഒരു സെൻഡറാണ്. സെൻഡർ മീൻസ് എന്താണ്? ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾ, അയാളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഹി മേ ബി എ സ്പീക്കർ ഓർ എ റൈറ്റർ. ഈ ഒരു സെൻഡർ എന്ന് പറയുമ്പോൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിൽ സംസാരിക്കുന്നതിൽ അയാൾ എന്തായിരിക്കാം? ഒരു സ്പീക്കർ ആയിരിക്കാം. അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അയാൾ എന്തായിരിക്കാം? ഒരു റൈറ്റർ ആയിരിക്കാം. സെൻഡർ എന്ന് പറയുമ്പോൾ സ്പീക്കർ ആയിരിക്കാം അല്ലെങ്കിൽ റൈറ്റർ ആയിരിക്കാം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദ മെസ്സേജ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? മെസ്സേജ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വി എക്സ്ചേഞ്ച് അവർ തോട്ട്സ്, അവർ ഫീലിങ്സ്, ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു തോട്ട്സിനെയും ഫീലിങ്സിനെയും ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എൻകോഡിങ്. എൻകോഡിങ് മീൻസ് ദ സെൻഡർ കൺവേർട്സ് ഹിസ് തോട്ട്സ് ഇൻ ടു മെസ്സേജ്. ഈ ഒരു സെൻഡർ അയാളുടെ തോട്ട്സിനെ മെസ്സേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു സെൻഡർ ഉണ്ടെങ്കിൽ അയാളുടെ തോട്ട്സ് മെസ്സേജായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? എൻകോഡിങ് എന്ന് പറയുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് മീൻസ് എനി റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ് യൂസ്ഡ് ടു കൺവേ എ മെസ്സേജ്. ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ, ഒരു മെസ്സേജ് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഇറ്റ് മേ ബി റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ്. അത് ചിലപ്പോൾ റിട്ടൺ ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്സ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഡീകോഡിങ്. നമ്മളിവിടെ എൻകോഡിങ് പറഞ്ഞു. എൻകോഡിങ് എന്ന് പറയുമ്പോൾ ദ സെൻഡർ കൺവേർട്സ് ഹിസ് തോട്ട്സ് ഇൻ ടു മെസ്സേജ്. സെൻഡർ അയാളുടെ തോട്ട്സിനെ മെസ്സേജായി കൺവേർട്ട് ചെയ്യുന്നതാണ് എൻകോഡിങ്. ഡീകോഡിങ് എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? റിസീവർക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. എൻകോഡിങ്ങിൽ സെൻഡർക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഡീകോഡിങ്ങിൽ റിസീവർക്കാണ് ഇമ്പോർട്ടൻസ്. ദ റിസീവേഴ്സ് ആക്ട് ഓഫ് ഇൻറ്റർപ്രറ്റിംഗ് ദ മെസ്സേജ്. റിസീവർ സെൻഡർ നൽകുന്ന മെസ്സേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന പ്രോസസ്സാണ്
ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ റിസീവർ. ഈ ഒരു മെസ്സേജ് ഇത്രയും സ്റ്റേജസ് കഴിഞ്ഞ് എത്തുന്നത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? റിസീവറിലാണ്. അത് റിസീവർ മേ ബി റീഡർ ഓർ എ ലിസണർ. ഈ ഒരു റിസീവർ ഒരു പക്ഷേ റീഡർ ആയിരിക്കാം അല്ലെങ്കിൽ ലിസണർ ആയിരിക്കാം. നമ്മളിവിടെ പറഞ്ഞു സെൻഡർ എന്ന് പറയുമ്പോൾ സ്പീക്കറോ റൈറ്ററോ ആയിരിക്കാം. അതുപോലെ തന്നെ റിസീവർ എന്ന് പറയുമ്പോൾ ഹി മേ ബി എ റീഡർ ഓർ എ ലിസണർ. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, ടെക്സ്റ്റ്, ഡീകോഡിംഗ് ആൻഡ് ദ റിസീവർ. ഈ രണ്ട് ടേംസ് മനസ്സിലാക്കി വെക്കുക, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. എൻകോഡിംഗ്, ദ സെൻഡർ കൺവേർട്സ് ഹിസ് തോട്ട്സ് ഇൻ ടു മെസ്സേജ്. ഈ ഒരു സെൻഡർ അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ മെസ്സേജായി കൺവേർട്ട് ചെയ്യുന്ന മാറ്റുന്ന രീതിയാണ് എൻകോഡിംഗ്. ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ ദ റിസീവേഴ്സ് ആക്ട് ഓഫ് ഇൻറ്റർപ്രറ്റിംഗ് ദ മെസ്സേജ്. റിസീവർ ആ ഒരു മെസ്സേജിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. Then our next topic is elements of communication. കമ്മ്യൂണിക്കേഷൻ്റെ ഘടകങ്ങൾ. എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഘടകങ്ങളാണ്. കമ്മ്യൂണിക്കേഷന് ഒരുപാട് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons, സെൻഡർ ആൻഡ് റിസീവർ. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ്, കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ് ഇൻവോൾവ്സ് മിനിമം 2 persons. ഏറ്റവും കുറഞ്ഞത് 2 ആളുകൾ ഉണ്ടെങ്കിലേ ദ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാവുകയുള്ളൂ. ആ 2 persons ആരൊക്കെയാണ്? സെൻഡർ ആൻഡ് റിസീവർ. നമ്മളിവിടെ പറഞ്ഞു സെൻഡർ ആൻഡ് റിസീവർ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻഡറിലാണ് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ദ റിസീവർ. അത് റിസീവറിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് മിനിമം 2 persons. മിനിമം 2 ആളുകൾ ഉണ്ടെങ്കിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. ദ സെക്കൻഡ് വൺ ഈസ് ദ ടോപ്പിക്. ടോപ്പിക് മീൻസ് ദ കോണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. ആ ഒരു സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു മെസ്സേജിൻ്റെ കോണ്ടന്റിനെയാണ് നമ്മൾ ടോപ്പിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ചാനൽ. ചാനൽ മീൻസ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചാനൽ എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണ്, ഏത് മാധ്യമത്തിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി ലെറ്റേഴ്സ്, ഇമെയിൽസ്, ടെലിഫോൺസ് എക്സെട്ര. ആ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, ഇമെയിൽസ് ആയിരിക്കാം, ടെലിഫോൺസ് ആയിരിക്കാം. അതിനെയാണ്, ആ ഒരു മാധ്യമത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് എലമെന്റ് ഈസ് ദ കോഡ്. കോഡ് മീൻസ് ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ലാംഗ്വേജസ് നമുക്കറിയാം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച്, ഇതൊക്കെ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിനെ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ദ കോഡ് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് എലമെന്റ് ഈസ് ദ മെസ്സേജ് ഫോം. മെസ്സേജ് ഫോം ആണ് അടുത്ത എലമെന്റ് ആയിട്ട് വരുന്നത്. ദ സെലക്ഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഗ്രാമർ ഐറ്റംസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ്സ്, അതുപോലെ തന്നെ ഗ്രാമർ ഐറ്റംസ്, ഇതിനെയാണ് ദ മെസ്സേജ് ഫോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ കമ്മ്യൂണിക്കേഷനിലും പല രീതിയിലുള്ള ഗ്രാമർ ഐറ്റംസ്, അതുപോലെ തന്നെ പല വേർഡ്സ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു സെലക്ഷനെ പറയുന്ന പേരാണ് ദ മെസ്സേജ് ഫോം. ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ഈസ് ദ സെറ്റിംഗ്. സെറ്റിംഗ് മീൻസ് social and physical setting, environment, time of the day, etc. Setting means our environment, our surroundings. നമ്മളുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടിനെയാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അത് ടൈം ഓഫ് ദ ഡേ, ഏത് സമയത്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ സറൗണ്ടിങ്സ്, ഇതൊക്കെ എന്തിനകത്ത് വരുന്നുണ്ട്? ഈ ഒരു സെറ്റിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 6 എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons. 2 ആളുകളെങ്കിലും മിനിമം ഈ കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ ദ ടോപ്പിക്. ടോപ്പിക് മീൻസ് ദ കോണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ചാനൽ. ചാനൽ മീൻസ് ദ മീഡിയം. മാധ്യമത്തിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. അവിടെ മീഡിയം എന്തായിരിക്കാം? ലെറ്റേഴ്സ് ആയിരിക്കാം, ഇമെയിൽസ് ആയിരിക്കാം, ഓർ ടെലിഫോൺസ്. Then next one is the code. Code means the language itself. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ദെൻ ദ മെസ്സേജ് ഫോം. മെസ്സേജ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ്സ്, ഗ്രാമർ ഐറ്റംസ്, ഇതൊക്കെ ഈ ഒരു മെസ്സേജ് ഫോം എന്ന കാറ്റഗറിയിൽ വരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ സെറ്റിംഗ്. സെറ്റിംഗ് മീൻസ് അവർ സറൗണ്ടിങ്സ് ഓർ അവർ എൻവയോൺമെൻറ്റ്സ് ഓർ ടൈം ഓഫ് ദി ഡേ. ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിങ്ങിൽ വരുന്നത്.
Now we are discussing the functions of communication. കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first function of a communication is emotive function. Emotive function means communication gives importance to emotions. Communication is used to express the sender's feelings, attitudes or emotions. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു സെൻഡറുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. That is the first and foremost function of a communication. The second function is directive function. Directive function means communication is used to get someone to do something. ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ക്ലോസ് ദി ഡോർ. ക്ലോസ് ദി ഡോർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വി യൂസ് ഇറ്റ് ടു ഗെറ്റ് സമ്മൺ ടു ഡു സംതിങ്. ഒരാളെ കൊണ്ട് ഡോർ അടപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിറക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫാറ്റിക് ഫങ്ഷൻ. ഫാറ്റിക് ഫങ്ഷൻ മീൻസ് we use language to establish social connections and maintain relationship. Fatigue function എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഒരു റിലേഷൻ നിലനിർത്താനും ഒരു കണക്ഷൻ നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പുകൾ നമ്മൾ സൊസൈറ്റിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ഫങ്ഷനെയാണ് ഫാറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. The next one is the referential function. Referential function means to carry information, to pass information. Information ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേരെന്താണ്? The referential function. The next one is the metalinguistic function. Metalinguistic function, it focusing attention on the code or the language. നമ്മൾ ലാംഗ്വേജിന് അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഫോക്കസ് കൊടുക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷന് പറയുന്ന പേരാണ് മെറ്റാലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡ് ഈസ് ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ആ ഒരു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിന് തന്നെയാണ് കോഡ് എന്ന് പറയുന്നത്. ആ കോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷന് പറയുന്ന പേരാണ് മെറ്റാലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ കോണ്ടെക്സ്ച്വൽ ഫംഗ്ഷൻ. കോണ്ടെക്സ്ച്വൽ ഫംഗ്ഷൻ, it's creating a particular kind of context. Context means സന്ദർഭം. നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് തുടങ്ങാമെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഏത് കോണ്ടെക്സ്റ്റ് ഏത് സന്ദർഭമാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് ദ കോണ്ടെക്സ്ച്വൽ ഫംഗ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കൾച്ചറൽ പ്രിസർവേഷൻ. The role in passing down traditions, values and beliefs from one generation to the other. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് നമ്മളുടെ ബിലീവ്സ്, വാല്യൂസ്, ട്രഡീഷൻസ് ഇതെല്ലാം ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. മേ ബി ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന പല ബിലീവ്സും ട്രഡീഷൻസും ഒക്കെ എന്താണ്? നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മളുടെ ഫോർ ഫാദേഴ്സിൽ നിന്നും നമ്മളിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇമോട്ടീവ് ഫങ്ഷൻ. ഇമോട്ടീവ് ഫങ്ഷൻ മീൻസ് ടു എക്സ്പ്രസ് ഇമോഷൻസ്. ദ സെക്കൻഡ് വൺ ഈസ് ഡിറക്റ്റീവ് ഫങ്ഷൻ. ഡിറക്റ്റീവ് ഫങ്ഷൻ ടു ഗെറ്റ് സമ്മൺ ടു ഡു സംതിങ്. ഒരാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ അതിന് പറയുന്നതാണ് ഡിറക്റ്റീവ് ഫങ്ഷൻ. Third one is the fatigue function. Fatigue function means use language to establish social connection. നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. Then the referential function means to carry information. Information pass ചെയ്യാം. The metalinguistic function means to give importance or give focusing on the code or the language itself.
Then the contextual function means to create a context, ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യുന്നത്. Then the last one is cultural preservation, to transmit culture from one generation to another. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ, ബിലീവ്സ്, ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി പാർട്ടാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. നമ്മൾ ഒരാളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ബാരിയേഴ്സ്. ദ കോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഗ്വേജ് ആണ്. ദ ലാംഗ്വേജ് വി യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡ് എങ്ങനെയാണ് ഒരു ബാരിയർ ആയിട്ട് മാറുന്നത്? ദ സെൻഡർ ആൻഡ് റിസീവർ മെ നോട്ട് ഷെയർ ദ സെയിം ലാംഗ്വേജ് ബിറ്റ്വീൻ ദം. ഒരു സെൻഡറും റിസീവറും സെയിം ലാംഗ്വേജ് അല്ല അവരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അത് ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയർ ആയിട്ട് മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളും മലയാളം മാത്രം അറിയുന്ന ഒരാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു സെയിം ലാംഗ്വേജ് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. ദെൻ the next barrier is vocabulary. Vocabulary means the words we used in a language. ഒരു ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് vocabulary എന്ന് പറയുന്നത്. Words used in one place have a different meaning in other place. ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആയിരിക്കാം വേറൊരു സ്ഥലത്ത് ഉണ്ടാവുന്നത്. അതിപ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് പറയുന്ന വേർഡ്സ് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൊക്കാബുലറി എന്താണ്? ഒരു ബാരിയർ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കോൺസെപ്റ്റ്. ടെക്നിക്കൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് കോൺസെപ്റ്റ് മെ നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ. ചില ടെക്നിക്കൽ ടേംസ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ടേംസ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് സയൻസ് ടേംസ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സയൻറ്റിഫിക് ടേംസ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് അതുപോലെ തന്നെ സയൻറ്റിഫിക് ടേംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊനൗൺസിയേഷൻ, ഇൻറ്റൊണേഷൻ ആൻഡ് ആക്സെൻറ്റ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണമാണ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ പല വേർഡ്സും നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റൊണേഷൻ. ഇൻറ്റൊണേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് വോയിസ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന റൈസ് ആൻഡ് ഫാൾ, നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളെയും താഴ്ചകളെയും, അതിനെ നമ്മൾ ഇൻറ്റൊണേഷനെ മ്യൂസിക് ഓഫ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു റൈസ് ആൻഡ് ഫാളിനെയാണ് ഇൻറ്റൊണേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ആക്സെൻറ്റ്. ആക്സെൻറ്റ് മീൻസ് സ്ട്രെസ് ഗിവൺ ടു എ വേർഡ്. ഒരു വേർഡിന് അല്ലെങ്കിൽ ഒരു സിലബിളിന് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് ആക്സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഇൻറ്റൊണേഷൻ ആണെങ്കിലും ആക്സെൻ്റ് ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിന് കാരണമാവാറുണ്ട്. നെക്സ്റ്റ് വൺ, കൾച്ചർ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ മേ കോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് the next barrier is culture specific communication may cause misunderstanding. നമ്മളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബാരിയർ ആണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ ലാംഗ്വേജിനെ എന്താണ്, കൾച്ചർ ഒരുപാടായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ദ വേർഡ് വൺ യൂസ്ഡ്, ടോൺ ഓഫ് ദ വോയിസ് എക്സെട്ര, ഒരാൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അതുപോലെ തന്നെ അയാളുടെ സൗണ്ടിൽ ഉണ്ടാകുന്ന അയാളുടെ ടോൺസ് ഒക്കെ എന്താണ് ഒരു ബാരിയർ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ എൻവയോൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റ് മീൻസ് ദ ഡിസ്റ്റർബൻസസ് ഇൻ അവർ സറൗണ്ടിങ്സ്, നമ്മളുടെ ചുറ്റുപാടുമുള്ള ഡിസ്റ്റർബൻസസിനെയാണ് ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ് ഒരു ബാരിയർ ആയിട്ട് മാറുന്നത് നോയ്സ് ആൻഡ് അതർ എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസസ്, നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുപാട് നമ്മളുടെ സറൗണ്ടിങ്സിൽ ചില നോയ്സസ് ഉണ്ടായിരിക്കാം, ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഫിസിക്കൽ എൻവയോൺമെന്റ് ഒരു ബാരിയർ ആയിട്ട് മാറുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് റിസീവർ, ഒരു സെൻറ്ററും റിസീവറും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ്, സെൻറ്റർ അവർ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് ക്ലിയർ ആയി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ നോയ്സും എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസസ്, നമ്മളുടെ ചുറ്റുപാടുമുള്ള ഡിസ്റ്റർബൻസുകളാണ്. നോയ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സെൻറ്ററും റിസീവറും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ എന്തായിട്ട് മാറുന്നുണ്ട്, ബാരിയർ ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് ഫാക്ടേഴ്സ്. എഫക്റ്റീവ് ഫാക്ടേഴ്സ് മീൻസ് പേഴ്സണൽ ഫാക്ടേഴ്സ്, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് എഫക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫിയർ, ആങ്സൈറ്റി, ബിലീവ്സ്, ലാക്ക് ഓഫ് ടൈം, ലാക്ക് ഓഫ് കോൺഫിഡൻസ് എക്സെട്ര. ഇപ്പം നമ്മൾ ഒരു ആൾ സംസാരിക്കുമ്പോൾ അയാളോട് സംസാരിക്കാൻ നമുക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഫിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുമ്പോഴെന്താണ്, ഉത്കണ്ഠയാണ്. അപ്പോൾ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബിലീവ്സ്, ഫാൾസ് ബിലീവ്സ് ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് ടൈം, ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇതൊക്കെ എന്താണ് എഫക്റ്റീവ് ഫാക്ടേഴ്സിലാണ്, പേഴ്സണൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. കോഡ്, വൊക്കാബുലറി, കോൺസെപ്റ്റ്, പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോണേഷൻ ആൻഡ് ആക്സെന്റ്, കൾച്ചറൽ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ എൻവയോൺമെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് ഫാക്ടേഴ്സ്. അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ നിരവധി ടൈപ്സ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഒരുപാട് ഭാഗങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ റിട്ടൺ ഫോം, എഴുതപ്പെട്ടിട്ടുള്ള രീതികളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ്, സർക്കുലേഴ്സ്, മെമ്മറണ്ടംസ്, ന്യൂസ് ലെറ്റേഴ്സ്, ബ്രോഷേഴ്സ്, മാഗസിൻസ് എക്സെട്ര. ഇത്തരത്തിലുള്ള ലെറ്റേഴ്സിലൂടെ, മാഗസിൻസിലൂടെ, ബ്രോഷേഴ്സിലൂടെ, ന്യൂസ് ലെറ്റേഴ്സിലൂടെയൊക്കെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷന് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പീക്കിംഗ്, നമ്മൾ സംസാരത്തിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾസ് ആർ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ, ടെലിഫോൺ കോൺവെർസേഷൻ, ലെക്ചേഴ്സ്, മീറ്റിംഗ്സ് എക്സെട്ര. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ. നമ്മൾ രണ്ടുപേര് സംസാരിക്കുമ്പോഴെന്താണ്, ഇറ്റ് ഈസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ എന്താണ്, റിട്ടൺ ഫോംസിനല്ല, നമ്മളുടെ സ്പീക്കിങ്ങിനാണ്, സംസാരത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻ. ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്പ്രഷൻ ത്രൂ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ഏതിനകത്താണ് വരുന്നത്, ജെസ്ചറൽ കമ്മ്യൂണിക്കേഷനകത്താണ് വരുന്നത്. ഇറ്റ്സ് ഓഫൻ യൂസ്ഡ് വേർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ ആകാത്ത സ്ഥലങ്ങളിലാണ് ജെസ്ചറൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ട്രാഫിക് പോലീസ് അല്ലെ, അവർ ജെസ്ചറൽ കമ്മ്യൂണിക്കേഷനാണ്, ഹാൻഡ് സിഗ്നൽസിലൂടെയാണ് അവർ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡൗൺവേർഡ്, അപ്വേർഡ്, ഹൊറിസോണ്ടലോ ലേറ്ററൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഇത് ഈ മൂന്ന് കമ്മ്യൂണിക്കേഷൻ മെയിൻലി വർക്ക് പ്ലേസിലാണ് വരുന്നത്.
What is downward communication? Communication from higher authority to lower authority. ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫ്രം ഹയർ അതോറിറ്റി ടു ലോവർ അതോറിറ്റി. നെക്സ്റ്റ് വൺ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം സബോർഡിനേറ്റ്സ് ടു ഹയർ അതോറിറ്റി. താഴെയുള്ള ഉദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ഓർ ലേറ്ററൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓഫീസേഴ്സ് വർക്കിംഗ് അറ്റ് ദ സെയിം ലെവൽ. ഒരേ ലെവലിലുള്ള ഒരേ പൊസിഷനിലുള്ള ഓഫീസേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഓർ ലേറ്ററൽ കമ്മ്യൂണിക്കേഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് എ മാർക്കറ്റിംഗ് മാനേജർ. ഒരു പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹൊറിസോണ്ടൽ ഓർ ലേറ്ററൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ഒഫീഷ്യൽ ചാനൽസ്. ചാനൽസ് മീൻസ് മീഡിയംസ് such as orders, decisions, instructions, etc. ഒഫീഷ്യൽ ചാനലുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ചാനൽസ് എന്ന് പറയുമ്പോൾ ചാനൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാധ്യമത്തിനെയാണ് നമ്മൾ ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. സച്ച് ആസ് ഓർഡേഴ്സ്, ഡിസിഷൻസ്, ഇൻസ്ട്രക്ഷൻസ്. ഓർഡറുകൾ, നിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ചാനലുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Next one is the informal communication. Informal communication, it does not follow through an official channel. ഒരു ഒഫീഷ്യൽ ചാനലിലൂടെ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് യൂഷ്വലി ഡൺ ഓറലി. അത് പലപ്പോഴും എന്താണ്? സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ടൈപ്സ്: റിട്ടൺ, ഓറൽ, ജെസ്ചറൽ, ഡൗൺവേർഡ്, അപ്വേർഡ്, ഹൊറിസോണ്ടൽ, ദെൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും അതെന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും. മെറിറ്റ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് പോസിബിൾ ആവുന്നത്? ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് പോസിബിൾ ആവുന്നത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻ, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നമുക്ക് അവിടെ സാധ്യമാവുന്നുള്ളൂ. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഒരിക്കലും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ക്യുക്കർ. ക്യുക്കർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വേഗതയിലുള്ളത് ഏത് കമ്മ്യൂണിക്കേഷനാണ്? ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാവുമ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലെറ്റർ എഴുതി അത് ആ റിസീവർക്ക് കിട്ടി അവിടെ നിന്ന് നമുക്ക് റിപ്ലൈ വരുമ്പോഴേക്കും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇവിടെ ക്യുക്കർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. നെക്സ്റ്റ്, മോർ എഫക്റ്റീവ് ദാൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷനേക്കാൾ ഒന്നുകൂടെ എഫക്റ്റീവ്, ഒരു നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്ന കമ്മ്യൂണിക്കേഷൻ ഏതാണ്? ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് ഡൗട്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്യാൻ ബി ക്ലിയർഡ് ഓൺ ദ സ്പോട്ട്. ഈ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൗട്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്യാൻ ബി ക്ലിയർഡ് ഓൺ ദ സ്പോട്ട്. ഡൗട്ട്സോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡിമെറിറ്റ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഡിഫറൻസ് ഇൻ കൾച്ചർ, ഡയലക്റ്റ്, ആക്സെൻറ്റ്, പ്രൊനൗൺസിയേഷൻ എക്സെട്ര. നമ്മൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഈ ഒരു ഡിമെറിറ്റ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ, ഒരാളുടെ കൾച്ചർ അയാളുടെ ലാംഗ്വേജിനെ ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. ഒരു
റീജിയണലായിട്ടുള്ള പ്രാദേശികമായിട്ട് ഒരു ഭാഷയ്ക്ക് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റീജിയണൽ വാരിയൻസ് ലാംഗ്വേജിൽ വേർഡ്സിൽ വരാറുണ്ട്. അത് എന്താണ്, അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. ദെൻ ആക്സെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെസ് ഗിവൺ ടു എ വേർഡ് സിലബിൾ. എന്താണ്, ഒരു വേർഡിനോ സിലബിളിനോ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് ആക്സെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ പ്രൊനൗൺസിയേഷൻ, പ്രോബ്ലം വിത്ത് ദ പ്രൊനൗൺസിയേഷൻ. ഇതൊക്കെ ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്, ഈ ഒരു ഡീമെറിറ്റ്. നേരെ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രൊനൗൺസിയേഷൻ്റെയോ ഡയലക്റ്റിൻ്റെയോ കൾച്ചറിൻ്റെയോ ആക്സെൻറ്റിൻ്റെയോ ഒന്നും പ്രശ്നങ്ങൾ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നില്ല. ദ നെക്സ്റ്റ് വൺ, ലെസ് റിലയബിൾ, നോട്ട് അവൈലബിൾ ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചർ പേർപ്പസിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ ഈ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കില്ല. നേരെ മറിച്ച് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്കത് സാധിക്കും, അല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ലെക്ചർ ക്ലാസ്സുകൾ എന്താണ്, നമുക്ക് പിന്നീട് ഒരു ഫ്യൂച്ചർ പേർപ്പസിൽ എന്താണ് റെഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ affected by the attitudes and personalities of the speaker and receiver. സ്പീക്കറുടെയും റിസീവറുടെയും ആറ്റിറ്റ്യൂഡ്സും പേഴ്സണാലിറ്റിയും ഓറൽ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട്. നമ്മൾ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞു അഫക്റ്റീവ് ബാരിയർ, അല്ലേ? അഫക്റ്റീവ് ഫാക്ടേഴ്സ്, അതായത് പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. ഒരു ആൾക്കുണ്ടാകുന്ന ഫിയർ, അതുപോലെ തന്നെ ആങ്സൈറ്റി, പിന്നെ ഒരാളോട് ഉള്ള മെൻറ്റാലിറ്റി ഒക്കെ എന്താണ്, കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനകത്താണ്. ദെൻ ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ടു എ വൈഡ്ലി സ്കാറ്റേർഡ് പീപ്പിൾ. ഒരുപാട് വൈഡായിട്ട് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ആളുകൾ, പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന ആളുകളിൽ ഒരു മെസ്സേജ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് അത് നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വൺ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ദ റൈറ്റർ ക്യാൻ ടേക്ക് മോർ ടൈം ടു സെലക്ട് സ്യൂട്ടബിൾ വേർഡ്സ്. ഒരു റൈറ്റർക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിങ്സ് ആണ്. റൈറ്റിങ്സിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ ആ ഒരു റൈറ്റർക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്, അയാൾക്ക് മോർ ടൈം ടു സെലക്ട് സ്യൂട്ടബിൾ വേർഡ്സ്, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ റൈറ്റർക്ക് കിട്ടുന്നുണ്ട്. ഹി ക്യാൻ എഡിറ്റ്, ആ ഒരു അയാൾക്ക് ഒരു റൈറ്റർക്ക് എന്തിനും കൂടെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഹി ക്യാൻ എഡിറ്റ്. അപ്പം നമ്മൾ പറയാറുണ്ട് അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അത് ആ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്കത് പോയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് വായിച്ച് നോക്കുമ്പോഴും മൂന്നാമത് വായിച്ച് നോക്കുമ്പോഴും ഒക്കെ എന്താണ്, നമുക്കതിൽ വേണ്ടാത്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഒരിക്കലും നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ പോസിബിൾ അല്ല. ദെൻ പെർമനൻറ്റ് റെക്കോർഡ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞതാണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞതാണ് ഫ്യൂച്ചർ പർപ്പസിന് അത് നടക്കില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, പെർമനൻറ്റ് റെക്കോർഡ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങൾക്കും ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. സ്യൂട്ടബിൾ ടു എ വൈഡ്ലി സ്കാറ്റേർഡ് പീപ്പിൾ. ഒരുപാട് പല ഭാഗങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന, ചിന്നിക്കിടക്കുന്ന ആളുകൾക്ക് എന്താണ്, ഇത് ഏറ്റവും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ, അവരിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്യൂട്ടബിൾ വേ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മളൊരു നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരിലും ഒരേപോലെ ആ ഇൻഫർമേഷൻ ഒരേപോലെ എത്തുന്നുണ്ട്. അപ്പോൾ ആ നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് ദ demerits ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഈ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പോസിബിൾ അല്ല. ദെൻ ഹാവ് ടു ഇമാജിൻ ദ റീഡേഴ്സ് റിയാക്ഷൻ. നമുക്ക് എന്താണ്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്, വി ഹാവ് ടു ഇമാജിൻ ദ റീഡേഴ്സ് റിയാക്ഷൻ. റീഡറുടെ റിയാക്ഷൻ ഇമാജിൻ ചെയ്തുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. റൈറ്റിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലേൺ.
സംസാരിക്കാൻ പഠിക്കുന്ന പോലെയല്ല. ഈ റൈറ്റ് ചെയ്യാൻ, എഴുതാൻ പഠിക്കാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് എന്താണ് ചിലപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ സാധിക്കാറില്ല. അപ്പോൾ റൈറ്റിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലേൺ. പഠിക്കാൻ ബുദ്ധിമുട്ട് എപ്പോഴും എന്താണ് ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂമിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു നേരത്തെ പറഞ്ഞു, ഒരു ലെറ്റർ ഒരു സെൻഡർ അത് അയച്ച് റിസീവറിൽ നിന്നും നമുക്കതിൻ്റെ റിപ്ലൈ കിട്ടുമ്പോഴേക്കും ഒരുപാട് സമയം നമുക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് കൂടിയാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസ് വരുന്നില്ല. പക്ഷേ ഈ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. കോൺവെർസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് കോൺവെർസേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വാട്ട് ഈസ് എ കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് കോൺവെർസേഷൻ? Conversation is a spoken exchange of thoughts, ideas or information between two or more people. അതായത് കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു സ്പോക്കൺ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ആണ്. നമ്മൾ രണ്ടോ അധികമോ ആളുകൾ തമ്മിൽ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചിനെയാണ്, സ്പോക്കൺ എക്സ്ചേഞ്ചിനെയാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺവെർസേഷൻ is a spoken exchange of thoughts, ideas or information between two or more people. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ ഉള്ള സ്പോക്കൺ എക്സ്ചേഞ്ചിനെയാണ്, അത് ഐഡിയാസ് ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം, ആ ഒരു എക്സ്ചേഞ്ചിനെയാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ദ കോപ്പറേറ്റീവ് ആൻഡ് പൊളൈറ്റ്നെസ് പ്രിൻസിപ്പിൾ. ദ കോപ്പറേറ്റീവ് ആൻഡ് പൊളൈറ്റ്നെസ്, അതായത് നമ്മൾ ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു കോൺവെർസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് പരസ്പരം ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ കോൺവെർസേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ philosopher Grice has described 4 principles or maxims for cooperative conversation. ഈ ഒരു കോപ്പറേറ്റീവ് കോൺവെർസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 4 പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്ന് ഫിലോസഫർ ആയിട്ടുള്ള ഗ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദ മാക്സിം ഓഫ് ക്വാണ്ടിറ്റി. ദ മാക്സിം ഓഫ് ക്വാണ്ടിറ്റി. The speaker should be as informative as required. Provide neither too little nor too much information. അതായത് സ്പീക്കേഴ്സ് ഈ ഒരു കോൺവെർസേഷനിലെ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ അവിടെ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നെയ്തർ ഷെയർ ടു ലിറ്റിൽ നോർ ടു മച്ച് ഇൻഫർമേഷൻ. വളരെ കുറച്ച് ഇൻഫർമേഷനും ആവരുത്, വളരെ ആവശ്യത്തിലും അധികമായിട്ടുള്ള ഇൻഫർമേഷനും ഈ ഒരു കോൺവെർസേഷനിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ദ മാക്സിം ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് മാക്സിം ഓഫ് ക്വാളിറ്റി. മാക്സിം ഓഫ് ക്വാളിറ്റിയിൽ speakers should be truthful and avoid making statements that they believe to be false. Speakers ഈ ഒരു കോൺവെർസേഷൻ നടത്തുന്ന സ്പീക്കേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ഷുഡ് ബി ട്രൂത്ത്ഫുൾ. അവർ ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. അവർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? ദേ ബിലീവ് ടു ബി ട്രൂ. അവർ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ അവിടെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അവർ അവോയ്ഡ് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ദേ ബിലീവ് ടു ബി ഫാൾസ്. അതാണ് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം എന്ത് ചെയ്യരുത്? കോൺവെർസേഷനിൽ പറയാൻ പാടില്ല. ദ സ്പീക്കർ ഷുഡ് ബി ട്രൂത്ത്ഫുൾ, ഓണസ്റ്റ് ആയിരിക്കണം ഈ ഒരു സ്പീക്കേഴ്സ്. അതാണ് ക്വാളിറ്റി. ദെൻ മാക്സിം ഓഫ് റിലേഷൻ. ഇറ്റ് മീൻസ്
saying things that are related to what has already been said, relevant. മാക്സിമം ഓഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളോട് ആ ഒരു കോൺവെർസേഷനിലെ പാർട്ടിസിപ്പൻസ് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ കോൺവെർസേഷനിൽ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലാത്ത, ഒട്ടും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കോൺവെർസേഷനിൽ നമ്മൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, മാക്സിമം ഓഫ് മാനർ. അവോയ്ഡ് ആംബിഗ്വിറ്റീസ്. ആംബിഗ്വിറ്റീസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകളാണ്. തെറ്റിദ്ധാരണകൾ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എൻഷുർ അവർ മെസ്സേജ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദ ലിസണർ. ഈ ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ, കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിലെ ലിസണർക്ക് നമ്മളുടെ പറയുന്ന കാര്യങ്ങൾ ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് നമ്മൾ ഷുവറാക്കുക, അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ലാസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലെ ക്യാരക്ടറിസ്റ്റിക്, കോൺവെർസേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഒരു കോപ്പറേറ്റീവ് ആൻഡ് പൊളൈറ്റ്നെസ് പ്രിൻസിപ്പിളാണ്. അതിനകത്താണ് ഇത്രയും 4 കാര്യങ്ങൾ പറയുന്നത്. കോൺവെർസേഷനിൽ കോപ്പറേറ്റീവ് ആവാനും പൊളൈറ്റ് ആവാനും നമ്മൾ 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ റിലേഷൻ ആൻഡ് മാനർ. നമ്മൾ കോൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ആണ് അഡ്ജാസൻസി പെയേഴ്സ്. അഡ്ജാസൻസി പെയേഴ്സ് എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് 2 റിലേറ്റഡ് അട്ടറൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ്. അതായത് സ്പീക്കേഴ്സ് രണ്ടോ അതിലധികമോ സ്പീക്കേഴ്സ് പാർട്ടിസിപ്പൻസ് കോൺവെർസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അട്ടറൻസസ് എന്ന് പറഞ്ഞാൽ ദ സൗണ്ട്സ് വി പ്രൊഡ്യൂസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് അട്ടറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അട്ടറൻസസ് എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കണം. അതായത് ഒരാൾ പറയുന്ന കാര്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം അതിൻ്റെ കേൾക്കുന്ന ആൾ പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾ പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഗ്രീറ്റിംഗ്സ് എന്നുള്ളതാണ്. ഒരു സ്പീക്കർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസീവർ എന്താണ്? അതിൻ്റെ ആൻസർ ആണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഒരു ഗ്രീറ്റിംഗ്സ്, ഗുഡ് മോർണിംഗ് ആണ് പറയുന്നതെങ്കിൽ അതിൻ്റെ റിപ്ലൈ എന്തായിരിക്കണം? അതേ രീതിയിലുള്ള ഒരു ഗ്രീറ്റിംഗ് ആയിരിക്കണം. അത്തരത്തിലുള്ള റിലേറ്റഡ് അട്ടറൻസസിനെയാണ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ്. ആ ഒരു കൺവെർസേഷനിലെ പാർട്ടിസിപ്പൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലേറ്റഡ് അട്ടറൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജാസൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്സ്. ഒരു കൺവെർസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഓപ്പണിങ്സ് ആൻഡ് ക്ലോസിങ്സ്. ഒരു കോൺവെർസേഷനിൽ എന്തുണ്ടായിരിക്കും? ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ മോർ പോസിബിളി ഒരു ക്ലോസിങ്ങും ഉണ്ടായിരിക്കും. ഓപ്പണിങ്സ് ടിപ്പിക്കലി ബിഗിൻ വിത്ത് ഗ്രീറ്റിംഗ്സ് ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻസ്. നമ്മൾ ഒരു കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരാളെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലേ? ഒരാളെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരാളുമായിട്ടൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അവിടെ ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ക്ലോസിങ്സ് ഇൻവോൾവ്സ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ലൈക്ക് ഓക്കെ, ഗുഡ് ബൈ, എക്സെട്ര. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ക്ലോസിംഗ് വേർഡ്സ് ഓക്കെ പോലെയുള്ള ക്ലോസിംഗ് വേർഡ്സ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ഫ്രേസസ് ഉണ്ട്. ഗുഡ് ബൈ, സീ യു സൂൺ എന്നൊക്കെ പറയുന്ന ക്ലോസിംഗ് ഫ്രേസസും നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ടോപ്പിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത് സെലക്ഷൻ ഓഫ് ടോപ്പിക്. ഒരാളുമായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അല്ലേ? എന്ത് കോൺവെർസേഷൻ നടത്തുകയാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ എക്സ്പാൻഡിങ് ദ സബ്ജക്റ്റ്. ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിക്കണം എങ്കിൽ അതിലെ പാർട്ടിസിപ്പൻസ് അവർക്ക് ആ ടോപ്പിക്കുമായിട്ട് അറിയുന്ന കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് അത് ഡിസ്കസ് ചെയ്യണം. ദെൻ പ്രൊവൈഡിങ് എക്സാമ്പിൾസ്. നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ ആവശ്യമെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ അവിടെ നൽകേണ്ടതുണ്ട്. റിലേറ്റിംഗ് ദ ടോപ്പിക് ടു അതർ റെലവൻറ്റ് ടോപ്പിക്സ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു സബ്ജക്റ്റിനെ നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു ടോപ്പിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ടോപ്പിക്ക്
സ്പീക്കറിൽ നിന്നും ഹിയറർക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ഹിയറർ പിന്നീട് സ്പീക്കറായിട്ട് മാറുമ്പോൾ അവിടെ എന്താണ്, അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാം. ദെൻ the fifth one is turn taking. Participants alternate speech roles. Speech roles alternate ചെയ്യുക. alternate means change ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കോൺവെർസേഷനിൽ രണ്ടോ അതിലധികമോ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിസിപ്പൻസ് എന്താണ് ചെയ്യുന്നത്? ദേ ആൾട്ടർനേറ്റ് ദെയർ സ്പീച്ച് റോൾസ്. അവിടെ അവരുടെ ആ ഒരു സ്പീച്ച് റോൾസ് അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹിയർ one person is speaking and others are listening and then transitioning to the next speaker. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് ലിസണിങ് ആണ്, അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുമ്പോൾ ഇയാളും എന്താണ്, ആ ലിസണിങ്, അവർ സംസാരിക്കുമ്പോൾ ഇയാളും ലിസണിങ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത്. അത് അവിടെ റോൾസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടേൺ ടേക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the last characteristic is repairs. Repair എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്ഷൻ ആണ്. The correction wherever it is suspected that the message has not been received properly. അവിടെ കറക്ഷൻ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ അയാൾ അത് കറക്റ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു കോൺവെർസേഷന് വരുന്നത്. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ അഡ്ജാസൻസി പെയേഴ്സ് ആണ്, അതായത് റിലേറ്റഡ് ആയിരിക്കണം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് അവർ റിലേറ്റഡ് ആയിരിക്കണം. ഒരാൾ പറയുന്ന കാര്യത്തിനോട് റെലവൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ റെസ്പോൺസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്സ് ഉണ്ടായിരിക്കും. ടോപ്പിക് ഡെവലപ്മെൻറ്റിൽ ഇത്രയും 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടേൺ ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ സ്പീച്ച് റോൾസ് ആണ്. റിപ്പയേഴ്സ് എന്ന് പറയുമ്പോൾ കറക്ഷൻ ആണ്, നമ്മൾ നടത്തുന്ന സ്പീക്കിങ്ങിൽ നമ്മൾ നടത്തുന്ന കറക്ഷനെയാണ് എന്ത് പറയുന്നത്, റിപ്പയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ചാപ്റ്ററിൽ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻറ്റ്സ്. കോൺവെർസേഷനും മറ്റ് സ്പീച്ച് ഇവൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ കോൺവെർസേഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. കോൺവെർസേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻറ്റ്സ്, മറ്റ് സ്പീച്ച് ഇവൻറ്റ്സ്, അതായത് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വരുന്നതാണ് ഈ ഒരു അതർ സ്പീച്ച് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അതർ സ്പീച്ച് ഇവൻറ്റ്സിന് നമ്മളിവിടെ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ലെക്ചേഴ്സ്, പൊളിറ്റിക്കൽ സ്പീച്ച്, ബിസിനസ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ അതർ സ്പീച്ച് ഇവൻറ്റ്സിൽ എന്ന ഐറ്റത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കോൺവെർസേഷനും അതർ സ്പീച്ച് ഇവൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. കൺവെർസേഷൻ ഇൻഫോർമൽ ആൻഡ് സ്പോണ്ടേനിയസ്. ഇൻഫോർമൽ ആണ്. കോൺവെർസേഷൻ എപ്പോഴും എന്തായിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ഔപചാരികതയും ഇല്ലാത്തതാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി സംഭവിക്കുന്നതാണ് കോൺവെർസേഷൻ. അതിനെയാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അറൈസ് നാച്ചുറലി ഫ്രം സോഷ്യൽ ഇൻറ്ററാക്ഷൻ. നമുക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു ആളുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് കോൺവെർസേഷൻ. അവിടെ എന്തില്ല, ഫോർമാലിറ്റീസ് ഇല്ല. ദെൻ ഇൻറ്ററാക്റ്റീവ് ആൻഡ് റെസിപ്രോക്കൽ. ഇൻറ്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം എന്താണ് സംസാരിക്കുമ്പോൾ ഇൻറ്ററാക്റ്റീവ് നടത്തുന്ന സമയത്ത് എന്താണ്, ആൻഡ് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺവെർസേഷനിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും അല്ലേ, 2 അതിലധികമോ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ റോൾ ചേഞ്ചിങ് വരുന്നുണ്ട്, സ്പീക്കിങ്ങിൻ്റെ റോൾ ചേഞ്ച് വരുന്നുണ്ട്. അതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻറ്റ് ടേക്ക് ടേൺ ഇൻ സ്പീക്കിംഗ്, അവിടെ റോൾ ചേഞ്ച് ആണ്. ഈ ഒരു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു കോൺവെർസേഷനിലെ പാർട്ടിസിപ്പൻസ് എന്താണ്, ദേ ചേഞ്ച് ദെയർ സ്പീക്കിംഗ് റോൾസ്, അവരുടെ സ്പീക്കിംഗ് റോൾസ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. Then social interaction to build relationships, share experiences, etc. Social interaction എന്ന് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ റിലേഷൻഷിപ്സ്, നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ കോൺവെർസേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.
നെക്സ്റ്റ് അതർ സ്പീച്ച് ഇവൻറ്റ്സ് ആണ്. അതർ സ്പീച്ച് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലെക്ചേഴ്സ്, പൊളിറ്റിക്കൽ സ്പീച്ച്, ബിസിനസ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ അതർ സ്പീച്ച് ഇവൻറ്റ്സിലാണ് വരുന്നത്. അതൊന്നും കോൺവെർസേഷൻ അല്ല. അപ്പോൾ ഫസ്റ്റ് നോക്കാം, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഒരു കോൺവെർസേഷൻ എന്താണ്, ഇൻഫോർമൽ ആൻഡ് സ്പോണ്ടാനിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അതർ സ്പീച്ച് ഇവൻറ്റ്സ് എന്താണ്, ദേ ആർ ഫോർമൽ, അത് ഔപചാരികമാണ്. ടിപ്പിക്കലി ഹാസ് ഡിഫൈൻഡ് പേർപ്പസ്, സെറ്റിംഗ് ആൻഡ് അജണ്ട. അതിന് എന്തുണ്ടായിരിക്കും, ഒരു ഡിഫൈൻഡ് പേർപ്പസ്, എയിം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് ആണെങ്കിലും ലെക്ചേഴ്സ് ആണെങ്കിലും അതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു അജണ്ട ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് പേർപ്പസ്, ലക്ഷ്യം ഉണ്ടായിരിക്കും. വൺ സൈഡഡ് ഓർ ലിമിറ്റഡ് ഇൻറ്ററാക്ഷൻ. ഇപ്പോൾ ഒരു ലെക്ചർ ആണെങ്കിൽ എന്താണ്, അത് വൺ സൈഡഡ് ആണ്, വൺ സൈഡഡ് ഇൻറ്ററാക്ഷൻ ആണ് അവിടെ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ലെക്ചറിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടൻസ് ആ ടീച്ചർക്കാണ്. അവിടെ ലിമിറ്റഡ് ഇൻറ്ററാക്ഷൻസ് വരാറുണ്ട്. റിസീവേഴ്സിൻ്റെ എന്താണ്, കേൾക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നും കുറച്ച് എന്തെങ്കിലും അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ എന്താണ്, കൂടുതലായിട്ടുള്ള റെസിപ്രോക്കൽ, അവിടെ റോൾ ചേഞ്ച് അവിടെ വരുന്നില്ല. ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ദ സ്പീക്കേഴ്സ് ഡെലിവറി. ഇവിടെ സ്പീക്കർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അയാൾ എന്താണോ പറയുന്നത് അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്പെസിഫിക് പേർപ്പസ് ഓർ എയിം. ഈ ഒരു അതർ സ്പീച്ച് ഈവൻസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രത്യേകമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഫോമിംഗ് ആയിരിക്കാം, എൻ്റർടൈനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കാം. ഇൻഫോമിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനുള്ളതായിരിക്കാം. അതുപോലെ തന്നെ എൻ്റർടൈനിങ്, മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനുള്ളതായിരിക്കാം. പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ എന്താണ്, ഈ ഒരു അതർ സ്പീച്ച് ഇവൻസിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതർ സ്പീച്ച് ഇവൻറ്റ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ അവിടെ സ്പീക്കർക്കാണ് ഇമ്പോർട്ടൻസ്. അതിന് എക്സാമ്പിൾസ് വരുന്നത് ലെക്ചേഴ്സ്, പൊളിറ്റിക്കൽ സ്പീച്ച്, ബിസിനസ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ ഈ ഒരു അതർ സ്പീച്ച് ഇവൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.